ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് റമദാൻ സ്പെഷ്യലായിട്ട് ഞാൻ ഇവിടെ വന്നത് ഒരു ഇറച്ചിപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം അതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഗ്യാസിൻ്റെ മുകളിൽ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചൂടായിക്കോട്ടെ. ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം. മുളക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറിയ ഇതിലേക്ക് ഉള്ളി ഞാൻ ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് ഉള്ളി നല്ലോണം വഴറ്റിയെടുക്കാം. ഉള്ളിൻ്റെ കളറ് മാറുന്നവരെ ഒന്ന് നമ്മൾ വഴറ്റിയെടുക്കാം. വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മളിതാ ഉള്ളി നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഒരു ചെറിയ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഗരം മസാലപ്പൊടി, ഒരു സ്പൂണ് കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലോണം മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഉപ്പും മുളകും ചേർത്ത് ഞാൻ വേവിച്ചെടുത്ത ചിക്കനായത്. ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച ഈ ചിക്കൻ ഞാൻ ചെറുതായിട്ട് എൻ്റെ കൈ കൊണ്ട് തന്നെ ഒന്ന് ചെറുതാക്കി എടുത്തതായത് ഇതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നല്ലോണം മിക്സ് ചെയ്യാം. പത്തിരിക്കുള്ള പൊടി ഞാനിവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. മൈദയും ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും കൂട്ടി വെള്ളമൊഴിച്ച് ഇവിടെ ഞാൻ കുഴച്ചതായി. ഇതേപോലെ നമുക്ക് ഓരോ ഉരുളകളായിട്ട് എടുത്തിട്ട് പരത്തി ഇറച്ചിപ്പത്തിൻ്റെ രൂപത്തിൽ നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ പരത്താൻ പോകുന്നു. പരത്തട്ടെ. ഇതിൻ്റെ ഇറച്ചിപ്പത്തിൻ്റെ പത്തിരി പരത്തിയെടുക്കാം. ഇറച്ചിപ്പത്തിൻ്റെ പത്തിരി ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ മസാല വെച്ച് കൊടുക്കാം. ഓരോ സ്പൂണായിട്ട് വെച്ച് കൊടുക്കാം. അതുപോലെ നല്ലോണം കൂട്ടി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മേലെ ഈ ഇതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ ചപ്പാത്തിൻ്റെ അത്ര വലുപ്പത്തിൽ പരുത്തി ഇതും ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. ഇതേപോലത്തെ ഒരു കുപ്പിൻ്റെ എന്തിനെങ്കിലും അടപ്പ് മൂടി എടുത്തിട്ട് ഇതുപോലെ മുറിച്ചെടുക്കാം. ഇതെല്ലാം ഇതേപോലെ തന്നെ മുറിച്ചെടുക്കാം. മുറിച്ചെടുത്ത് ഈ ഇതൊക്കെ മാറ്റിയെടുത്ത് പിന്നെ ഇത് നമുക്കിതിനെ കൊണ്ട് പരത്തി പിന്നെ എടുക്കാം. ഇതേപോലെ എടുത്തതിന് ശേഷം ഇതിന് ഇങ്ങനെ പിരിയിട്ട് കൊടുക്കാം. ഇത് തുറന്നു പോകുന്നതിന് എണ്ണയിലിട്ട് പൊരിക്കുമ്പോൾ ഇത് തുറന്നു പോകുന്നതിനായി പിരി നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ പിരി ഇട്ട് കൊടുക്കാം.
തിരച്ചിങ്ങനെ ഇതേപോലെ ഇട്ട് കൊടുക്കാം. അടുത്തും എടുക്കാം, ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെയെല്ലാം ഇതേപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. ഇപ്പോൾ ഗൈസ് നമ്മൾ ഇറച്ചി പത്തിരി എല്ലാം ഇങ്ങനെ ആക്കി ഫുള്ള് സെറ്റായിട്ടുണ്ട്. ഇപ്പം ഗ്യാസിൻ്റെ മുകളിൽ ഞാൻ ചീനച്ചട്ടി വെച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ടത് ഓരോന്നോരോന്നായി നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതാ അങ്ങനെ നല്ല അടിപൊളിയായി ആയിട്ടുണ്ട്. ഞാനിത് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. പൊന്തി വരണം. എന്താ പൊന്തി വരുന്നുണ്ട് ഇറച്ചിപ്പത്തിരി. തിരിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ അടുത്ത സെറ്റ് നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട്. അടുത്തത് ഇട്ട് കൊടുത്ത് അതേപോലെ തന്നെ പൊരിച്ചെടുക്കാം. ഇടയിൽ ഇവിടെ മുട്ട 2 മുട്ട പൊട്ടിച്ചെടുക്കാം. പഞ്ചസാര ഇട്ട് ബീറ്റ് ചെയ്യാം. നല്ലോണം നടിച്ചെടുക്കണം. രസമുണ്ടാവുമോ? അപ്പം ഒന്നുമില്ല. എന്താ പാന് ഉണ്ട്, ഗ്യാസ് വെച്ചിട്ട് അടുത്ത പത്തിരി റെഡിയായി. നമ്മൾ നേരത്തെ ചെയ്യിലെ കുറച്ച് ഓയിൽ ഒഴിക്കുക. ഈ പാനിലേക്ക് ഒന്ന് ഓയിൽ ഒഴിച്ച് നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇറച്ചിപ്പത്തിരി ഇതിലേക്ക് മുക്കി ഇതിട്ട് കൊടുക്കാം. ഇതേപോലെ പൊരിച്ച എല്ലാം നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. ഇപ്പം നല്ല മധുരവും എരിവും കൂടിയിട്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. പൊരിച്ചെടുത്ത ഫുൾ നമ്മളിങ്ങനെ ചെയ്ത് അപ്പുറം ഇപ്പുറം തിരിച്ച് മറിച്ചിട്ടോട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് 2 പുറമെ തിരിച്ചപ്പുറം ഇപ്പുറം ഇട്ട് ഒന്ന് ഈ മുട്ട ഇതിലേക്ക് ഒന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാം, പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. നമ്മുടെ ഇറച്ചിപ്പത്തിരി ഇതാ ഇവിടെ റെഡിയായി ഇവിടെ പ്ലേറ്റിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കാം. നല്ല മധുരത്തിൽ ഇതിൻ്റെ മേലെ മുട്ടയും പഞ്ചസാരയും നല്ല മധുരവും ഉള്ളിലുള്ള എരിവും ആയിട്ട് തിന്നാൻ നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ് ഈ ഇറച്ചിപ്പത്തിരി. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കാം. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.